ഹൗ ടു ഗോ ബിയോണ്ട് മൈൻഡ് എന്നതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അതായത് മൈൻഡിനെ നമുക്ക് എങ്ങനെ മനസ്സിനപ്പുറം എങ്ങനെ പോകാൻ സാധിക്കും, അല്ലെങ്കിൽ നമുക്ക് മൈൻഡിനെ എങ്ങനെ ട്രാൻസെൻഡ് ചെയ്യാൻ പറ്റും, ഹൗ യു ക്യാൻ ഗോ ബിയോണ്ട് ദ മൈൻഡ്. സോ അതിന് മുന്നേ നമുക്ക് ആദ്യമേ ഇതിലേക്ക് വരുന്നതിന് മുന്നേ നമുക്ക് 3 കാറ്റഗറി ഓഫ് ആൾക്കാരെ കുറിച്ച് ഡിസ്കസ് ചെയ്യേണ്ടതുണ്ട്. അതായത് 3 കാറ്റഗറി ഓഫ് പീപ്പിൾ വി ആർ ഗോയിങ് ടു ഡിസ്കസ് ആർ people who belong to the category of madness, people who belong to the category of normal category, normal mind people, and people who are enlightenment എന്ന് പറഞ്ഞൊരു കാറ്റഗറി ഉണ്ട്. സോ മാഡ്നെസ്, നോർമൽ പീപ്പിൾ ആൻഡ് എൻലൈറ്റൻഡ് പീപ്പിൾ, ഈ 3 കാറ്റഗറിയെ കുറിച്ചാണ് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ആദ്യമേ എന്താണ് മാഡ്നെസ് എന്ന് പറയുന്നത്? അതായത് ഈ ഭ്രാന്തന്മാരെ എന്ന് പറഞ്ഞ് നമ്മൾ പൊതുവേ കാറ്റഗറൈസ് ചെയ്യുന്ന കുറേ ആൾക്കാരുണ്ടല്ലോ, മാഡായിട്ടുള്ള ആൾക്കാരെന്ന് പറയുന്നത്. ഇവരെന്ന് പറയുന്നത് പർട്ടിക്കുലർലി ബിലോ മൈൻഡിൻ ഉള്ള ആൾക്കാരാണ്. അതായത് ഇപ്പോൾ നമ്മളൊരു 3 ലെവലാക്കി ഇതിനെ വെക്കുകയാണെങ്കിൽ മാഡ്നെസ് എന്ന് പറയുന്നത് ഏറ്റവും താഴത്തുള്ളത്, അതിന് മുകളിലുള്ളത് നോർമൽ പീപ്പിൾ എന്ന് പറയും, അതിൻ്റെ ഏറ്റവും മുകളിലുള്ളത് എൻലൈറ്റൻമെൻറ്റ് കിട്ടിയ ആൾക്കാരെന്ന് പറയും, എൻലൈറ്റൻ പീപ്പിൾ എന്ന് പറയും. സോ ഈ മാഡ്നെസ് എന്ന് പറഞ്ഞ ആൾക്കാർ, മാഡ് പീപ്പിൾ എന്ന് പറയുന്നത് നോർമൽ കാറ്റഗറിയിൽ നിന്ന് താഴത്തേക്ക് വന്ന ആൾക്കാരാണ് ഈ മാഡ്നെസ് ഉള്ള ആൾക്കാരെന്ന് പറയുന്നത്. അതായത് ഫാൾ ഔട്ട് ഓഫ് ദ നോർമൽ കാറ്റഗറി ഓഫ് പീപ്പിൾ, ആൻഡ് അതുകൊണ്ടാണ് അവർ മാഡ് എന്ന് വിളിക്കുന്നത്, ഭ്രാന്തന്മാർ എന്ന് പറയുന്നത്. ദേ ആക്ച്വലി ആർ ബിലോ ദ മൈൻഡ്. ഒരു മൈൻഡ് നമ്മളൊരു മിഡിൽ പോയിൻ്റ് ആക്കി വെക്കുകയാണെങ്കിൽ മൈൻഡിൻ്റെ താഴേക്ക് ബിലോ മൈൻഡ് എന്നൊരു അവസ്ഥയിൽ ജീവിക്കുന്ന ആൾക്കാരാണ് ഈ മാഡ് പീപ്പിൾ എന്ന് പറയുന്നത്. പക്ഷേ അവരും ആക്ച്വലി എന്ന് പറയുന്നത് ദേ ഓൾസോ ഗോൺ ഔട്ട് ഓഫ് ദ മൈൻഡിന് പുറത്തേക്ക് വന്ന ആൾക്കാരാണ് ഈ മാഡ്നെസ് എന്ന ആൾക്കാരെന്ന് പറയുന്നത്. ദേ സ്ലിപ്ഡ് ഔട്ട് ഓഫ് ദ മൈൻഡ്. അവർ നോർമൽ മൈൻഡിൽ നിന്ന് സ്ലിപ്പായിട്ട് മൈൻഡിൻ്റെ ബിലോ മൈൻഡിലേക്ക് വന്ന ആൾക്കാരാണ് മാഡ്നെസ് എന്ന് പറയുന്നത്. അവരെ സംബന്ധിച്ചോളം അവരെന്ന് പറയുന്നത് മാഡായി കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി അവർ എന്താ പറയുന്നത്, ഒന്നിനെക്കുറിച്ച് ബോധേഡാകുന്നില്ല, അവർ കോൺഷ്യസ് അല്ല, ദേ ആർ ലൈക്ക് ക്രേസി പീപ്പിൾ. പക്ഷേ അവർ ഹാപ്പി ആയിരിക്കും, അവർക്ക് തോന്നിയത് കാണിക്കാം, എന്ത് തോന്നിയ ദിവസം കാണിക്കാം, ബട്ട് ദേ ആർ നോട്ട് ലൈക്ക് എന്താ പറയുന്നത്, ഇപ്പോൾ നമ്മൾ നോർമൽ കാറ്റഗറിയുള്ള ആൾക്കാരെ പോലെ എപ്പോഴും ഒരു സീരിയസ്നെസ്സോ ടെൻഷനോ ഒന്നും അവർക്ക് കാണത്തില്ല. അവരെപ്പോഴും എന്തു പറയുന്നത്, ഇങ്ങനെ ഒരു ഹാപ്പിനെസ് ഉണ്ടായിരിക്കും അവർക്ക്, പക്ഷേ സ്റ്റിൽ അവരിങ്ങനെ ഒരു ക്രേസി ടൈപ്പ് ഒന്നിനെക്കുറിച്ച് ബോധേടാകുന്നില്ല. ദേ ആർ ജസ്റ്റ് ക്രേസി പീപ്പിൾ ആയിട്ടുള്ള ആൾക്കാരാണ് ഈ പൊതുവെ ഭ്രാന്തന്മാരെന്ന് പറയുന്നത്. എന്ത് തോന്നിയ ദിവസം കാണിക്കുക, എന്തിനുള്ള ലൈസൻസും ഉണ്ട്, ഒരു ടെൻഷനും ഇല്ല, ആൻസിറ്റിയിൽ ഒന്നും ഇല്ലാത്ത ആൾക്കാരാണ് മാഡ്നെസ് എന്ന് പറയുന്നത്. നമ്മൾ ഈ ഭ്രാന്താശുപത്രിയിലൊക്കെ ഉള്ള ആൾക്കാരെന്ന് പറയുന്നത് അതാണ്. ദേ ആർ ആക്ച്വലി സ്ലിപ്ഡ് ഔട്ട് ഓഫ് ദ നോർമൽ മൈൻഡ്. പിന്നെ ഈ നോർമൽ മൈൻഡ് എന്ന് പറഞ്ഞാൽ നോർമൽ ലെവൽ ഓഫ് ആൾക്കാർ എന്ന് പറഞ്ഞാൽ നോർമൽ മൈൻഡ് പീപ്പിൾ എന്ന് പറയുന്നത് നമ്മളെപ്പോലെയുള്ള ആൾക്കാർ. അത് നോർമലി നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ നമ്മൾ മെജോറിറ്റി ഓഫ് ആൾക്കാർ എന്ന് പറയുന്നത് നോർമൽ ലെവലുള്ള ആൾക്കാർ, അതായത് നോർമൽ മൈൻഡ് പീപ്പിൾ. പക്ഷേ ഈ നോർമൽ മൈൻഡിലുള്ള ആൾക്കാരുടെ പ്രശ്നം എന്ന് പറയുന്നത് ദേ ആർ കണ്ടിന്യൂസ്ലി വറീഡ് അബൌട്ട് ദെയർ ലൈഫ്. അവരൊരു നോർമൽ സിറ്റുവേഷൻ, അല്ലെങ്കിൽ നാളെ എന്ത് സംഭവിക്കും, ഇന്നെന്ത് സംഭവിക്കും, അവരുടെ സാഹചര്യങ്ങളെക്കുറിച്ച് ഓർത്തുള്ള വ്യാകുലതകൾ, മക്കളെക്കുറിച്ചുള്ള വ്യാകുലതകൾ, അച്ഛനമ്മമാരെക്കുറിച്ചുള്ള വ്യാകുലതകൾ, അങ്ങനെ എപ്പോഴും ഒരു കോൺസ്റ്റൻറ്റ് ആൻസൈറ്റി, സ്ട്രെസ്ഡ് ആയിട്ട് ലൈഫിനെക്കുറിച്ച് ഭയങ്കര വറീഡാണ്. ജോബ് ഇഷ്യൂസ്, വർക്ക് ഇഷ്യൂസ്, അങ്ങനെ പല സിറ്റുവേഷൻസ് എപ്പോഴും അവരെ ഇങ്ങനെ ആൻസൈറ്റി, ടെൻഷൻസ്, അങ്ങനെ എപ്പോഴും അവരൊരു എന്താ പറയുന്നത്, അവരെന്ന് പറയുന്നത് നമ്മൾ ഈ നോർമൽ ആൾക്കാരെന്ന് പറയുന്നത് ദേ ക്യാൻ എനി മൊമെൻറ്റ് ദേ ക്യാൻ ഫാൾ ഔട്ട് ഓഫ് ദ മൈൻഡ് ആൻഡ് ഗോ ബാക്ക് ടു ബിലോ മൈൻഡ് സിറ്റുവേഷനിലേക്ക് എപ്പോൾ വേണമെങ്കിലും സ്ലിപ്പാകാനുള്ള ഒരു വൾനറബിലിറ്റിയിലാണ് നമ്മളെപ്പോലെ ഒരു നോർമൽ മൈൻഡ് പീപ്പിൾ എന്ന് പറയുന്നത്. പെട്ടെന്നൊരു ഷോക്കിംഗ് സിറ്റുവേഷൻ, അല്ലെങ്കിൽ നമുക്ക് വേണ്ടപ്പെട്ട ഒരാൾ മരിച്ചു, അല്ലെങ്കിൽ പെട്ടെന്ന് എന്തെങ്കിലും ഒരു ഷോക്കിംഗ് സിറ്റുവേഷൻ വരും, നമുക്കത് മൈൻഡിന് താങ്ങാതെ വരുമ്പോൾ ഇറ്റ് ഓട്ടോമാറ്റിക്കലി ബ്രേക്ക് ഡൗൺ സംഭവിച്ച് നമ്മളൊരു മാഡ്നെസ്സിലേക്ക് പോകാൻ സാധിക്കുന്നു. പെട്ടെന്ന് അങ്ങനത്തെ ഒരു ഷോക്കൊക്കെ വരും. So we the normal people are always vulnerable to fall down below category. ഒരു ബിലോ മൈൻഡിലേക്ക് എപ്പോൾ വേണമെങ്കിലും ഒരു കാറ്റഗറിയിലേക്ക് എപ്പോൾ വേണമെങ്കിലും ഫാൾ ഔട്ട് ചെയ്യാനുള്ളൊരു ചാൻസസ് നമുക്ക് എപ്പോഴും ഉണ്ട്. ആ ഒരു റിസ്ക്കിലാണ് നമ്മൾ ഈ നോർമൽ ലെവൽ മൈൻഡ് പീപ്പിൾ എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് പറയാനുള്ളത് ദ ലാസ്റ്റ് കാറ്റഗറി ഓഫ് പീപ്പിൾ കോൾഡ് ദ എൻലൈറ്റൻഡ് പീപ്പിൾ. ദേ ആർ പീപ്പിൾ ഹു ഹാവ് ട്രാൻസെൻഡഡ് ദ നോർമൽ മൈൻഡിനെ ട്രാൻസെൻഡ് ചെയ്ത് ബിയോണ്ട് മൈൻഡ് എന്നൊരു സ്റ്റേറ്റിൽ എത്തിയ ആൾക്കാരാണ് എൻലൈറ്റൻമെൻറ്റ് കിട്ടിയ ആൾക്കാരെന്ന് പറയുന്നത്. ദാറ്റ്സ് എ ഹൈയസ്റ്റ് കാറ്റഗറി. സോ വൺസ് എ പേഴ്സൺ ഗോ ബിയോണ്ട് ദ മൈൻഡ്, ഒരു മൈൻഡിനെ ട്രാൻസെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഹീ ഈസ് നോട്ട് അഫക്റ്റഡ് ബൈ തിങ്സ് ഹാപ്പനിങ് ഇൻ ദ മൈൻഡിൽ പല തോട്ട്സ് ഉണ്ടായിരിക്കാം, പല തോട്ട്സ്, ഫാൻറ്റസീസ് ക്രിയേറ്റ് ചെയ്യും, പക്ഷേ ഹീ ഈസ് എ ഡിറ്റാച്ച്ഡ് വാച്ചർ ഓഫ് ദ മൈൻഡിന് കൺട്രോൾ ചെയ്യാൻ സാധിക്കില്ല ഒരു എൻലൈറ്റൻമെൻറ്റ് കിട്ടിയ ആളെന്ന് പറയുന്നത്.
ഈ നോർമൽ കാറ്റഗറിയിലുള്ള ആൾക്കാർ നമ്മളെപ്പോൾ ആൾക്കാർ എന്ന് പറയുമ്പോൾ മൈൻഡിന് നമ്മൾ ഓവർ പവർ ചെയ്യാനുള്ള ഇതുണ്ട്. അതായത് മൈൻഡ് നമ്മളെ തോട്ട്സ് കൊണ്ടുവരുന്നു, അത് പലത് ബാഡ് തോട്ട്സ് വരുന്നു ഇടയ്ക്ക്, അങ്ങനെ നെഗറ്റിവിറ്റി കയറി വരുന്നു. അങ്ങനെ മൈൻഡിന് നമ്മൾ ഓവർ പവർ ചെയ്തൊരു സിറ്റുവേഷനാണ് ഈ നോർമൽ കാറ്റഗറിയിലുള്ള ആൾക്കാരെന്ന് പറയുമ്പോൾ. സോ അതുകൊണ്ട് നമുക്ക് മൈൻഡാണ് നോർമലി നമ്മുടെ മാസ്റ്റർ എന്ന് പറയുന്നത്, നമ്മൾ അതിൻ്റെ സ്ലേവാണ്. മൈൻഡ് ഈസ് ലൈക്ക് ഡോമിനൻറ്റ് ഇൻ, മൈൻഡ് ഈസ് മോർ പവർഫുൾ ഇൻ അസ്. പക്ഷേ ഒരു എൻലൈറ്റൻമെൻറ്റ് കിട്ടിക്കഴിയുമ്പോൾ വൺസ് എ പേഴ്സൺ ട്രാൻസെൻഡ് മൈൻഡ്, ദെൻ മൈൻഡ് ബിക്കംസ് ഹിസ് എന്താ പറയുന്നത്, ഒരു സെർവൻറ്റ് പോലെയാകും. ഹീസ് ദ മാസ്റ്റർ. എൻലൈറ്റൻമെൻറ്റ് കിട്ടിയ ആളുടെ ഡിഫറൻസ് എന്ന് പറയുന്നത്, ഫോർ ഹിം മൈൻഡ് കനോട്ട് കൺട്രോൾ ചെയ്യും. മൈൻഡിന് ഒരിക്കലും അദ്ദേഹത്തെ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. അതിന് പകരം അദ്ദേഹമാണ് മൈൻഡിനെ കൺട്രോൾ ചെയ്യുന്നത്. മൈൻഡ് ഈസ് ജസ്റ്റ് എ ടൂൾ ഫോർ എ പേഴ്സൺ ഹു ഹാസ് റീച്ച്ഡ് ദ സ്റ്റേറ്റ് ഓഫ് എൻലൈറ്റൻമെൻറ്റ് കിട്ടിയ ഒരു സ്റ്റേജിൽ എന്ന് പറയുന്നത്. സോ ഇതാണ് ഈ ഒരു 3 കാറ്റഗറി തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത്. ആദ്യത്തെ മാഡ്നസ് എന്ന് പറയുന്നത് ബിലോ മൈൻഡ് കാറ്റഗറിയിലുള്ള ആളെന്ന് പറയുന്നു. നോർമൽ മൈൻഡ് എന്ന് പറയുമ്പം ദേ ലീവ് ഇൻ ദ മൈൻഡിലായിരിക്കും അവർ ജീവിക്കുന്നത്. മൈൻഡാണ് അവരെ ഓവർ പവർ ചെയ്യുന്നത്. എൻലൈറ്റൻമെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഹി ഗോസ് ബിയോണ്ട് ദ മൈൻഡിനെ ട്രാൻസെൻഡ് ചെയ്തു. നൗ മൈൻഡ് ഒരിക്കലും ആ ഒരു വ്യക്തിയെ കൺട്രോൾ ചെയ്തില്ല. ഓൺ ദ കോൺട്രറി ദ മൈൻഡ് കൺട്രോൾസ് ഹിം. ഓൺ ദ കോൺട്രറി ഹി ഹാസ് എ കപ്പാസിറ്റി ടു കൺട്രോൾ മൈൻഡിനെ കൺട്രോൾ ചെയ്യാൻ അദ്ദേഹത്തിനൊരു കഴിവ് കിട്ടുന്നു എൻലൈറ്റൻമെൻറ്റ് കിട്ടിയ വ്യക്തികൾ എന്ന് പറയുമ്പോൾ. സോ പിന്നെ ഈ എൻലൈറ്റൻമെൻറ്റ് എന്ന് പറഞ്ഞ കാറ്റഗറിയും മാഡ്നസ് എന്ന് പറഞ്ഞ കാറ്റഗറിയും തമ്മിൽ സിമിലാരിറ്റീസ് ഉണ്ട്. അതായത് 2 കാറ്റഗറിയിലും ദേ ആർ ഔട്ട് ഓഫ് ദ മൈൻഡാണ്. ഇപ്പോൾ ഏറ്റവും ലോവസ്റ്റ് കാറ്റഗറിയാണ് മാഡ്നസ് എന്ന് പറയുന്നത്, ഏറ്റവും ഹൈസ്റ്റ് കാറ്റഗറി എൻലൈറ്റൻമെൻറ്റ് എന്ന് പറയുന്നത്. 2 കാറ്റഗറിയിലും അവരെ സംബന്ധിച്ചുള്ള അവർ മൈൻഡിൻ്റെ ആ ഒരു എന്താ പറയുന്നത്, ഒരു മൈൻഡിൽ നിന്ന് സ്ലിപ്പായ ആൾക്കാരാണ് 2 പേരും എന്ന് പറയുന്നത്. ഇപ്പം മാഡ്നസ് കിട്ടിയ ആളെന്ന് പറയുന്നത് ഹീസ് എന്താ പറയുക, അദ്ദേഹം ഒരു കോൺഷ്യസ്ലി അല്ല മൈൻഡിൽ നിന്ന് സ്ലിപ്പായത്. അദ്ദേഹത്തിന് ഒരു എന്താ പറയുന്നത്, ഒരു ബ്രേക്ക് ഡൗൺ മൂലം അദ്ദേഹം ബിലോ മൈൻഡ് എന്ന് പറഞ്ഞ സ്റ്റേറ്റിലേക്ക് പോയിട്ടുണ്ട്. മൈൻഡിൻ്റെ ആ ഒരു ഹോൾഡിംഗ് കപ്പാസിറ്റിയിൽ നിന്ന് ഒരു ബിലോ മൈൻഡ് സ്റ്റേറ്റിലേക്കാണ് അദ്ദേഹം പോയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മൈൻഡിൽ വരുന്ന ടെൻഷൻസോ സ്ട്രെസ്സോ ഒന്നും അദ്ദേഹത്തിന് ഒന്നും ടെൻഷനൊന്നും ഇല്ലാത്തൊരു സ്റ്റേറ്റ് ആയിരിക്കും ഒരു മാഡ് ആയിട്ടുള്ള ആളെന്ന് പറയുന്നത്. ഹീസ് ജസ്റ്റ് ക്രേസി, ഹീസ് നോട്ട്, അയാളൊട്ടും കോൺഷ്യസ് ആയിരിക്കത്തില്ല എന്തൊക്കെയാണ് നടക്കുന്നത്. ഹീസ് ജസ്റ്റ് ക്രേസി, ഒരു ക്രേസി സിറ്റുവേഷനിലാണ് ഒരു മാഡ് ആയിട്ടുള്ള ആളെന്ന് പറയുന്നത്. ബട്ട് ഹീസ് ഓൾസോ ഔട്ട് ഓഫ് ദ മൈൻഡ് കാറ്റഗറിയിലാണ് മാഡ്നെസ്സിലുള്ള ആളെന്ന് പറയുന്നത്. പിന്നെ എൻലൈറ്റൻമെൻറ്റ് കിട്ടിയ ആളും ഔട്ട് ഓഫ് ദ മൈൻഡ് ആണ്, ബട്ട് സ്റ്റിൽ ഹീസ് എന്താ പറയുന്നത്, ഒരു ബിയോണ്ട് മൈൻഡ് സ്റ്റേറ്റ് ആണ്, എബോവ് ദ മൈൻഡ് ആണ്. അതായത് ഹീ കോൺഷ്യസ്ലി ട്രാൻസെൻഡഡ് മൈൻഡ്. മാഡ്നസിൻ്റെ സിറ്റുവേഷനിൽ അയാൾ കോൺഷ്യസ്ലി ട്രാൻസെൻഡ് ചെയ്തല്ല, അയാൾ ഒരു സ്ലിപ്പ് ഔട്ട് സിറ്റുവേഷൻ ആണ്. പക്ഷേ എൻലൈറ്റൻമെൻറ്റ് കിട്ടിയ ആളെന്ന് പറയുന്നത് ഹി കോൺഷ്യസ്ലി ഗോൺ ബിയോണ്ട് ദ മൈൻഡിനെ ഒരു കോൺഷ്യസ്ലി ട്രാൻസെൻഡ് ചെയ്തുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് സ്റ്റിൽ ഹീ ക്യാൻ കൺട്രോൾ ദ മൈൻഡ്. ആവശ്യമുള്ളപ്പോഴൊക്കെ അദ്ദേഹത്തിന് മൈൻഡ് ഉപയോഗിക്കാൻ സാധിക്കുന്നു, ആവശ്യമില്ലാത്ത സമയത്ത് മൈൻഡിനെ ഒരു സ്വിച്ച് ഓഫ് പൊസിഷനിലേക്ക് വയ്ക്കാൻ സാധിക്കുന്നു. അങ്ങനെ ഒരു ഉപയോഗ വസ്തു പോലെ മൈൻഡിനെ കുറച്ചുകൂടി എഫക്റ്റീവായിട്ട് ഒരു എൻലൈറ്റൻമെൻറ്റ് കിട്ടിയ ആൾക്ക് പറ്റും. ഹി ക്യാൻ സ്റ്റിൽ യൂസ് ദ മൈൻഡ് വെൻ ഹി ഈസ് നീഡ്. അങ്ങനെ ഒരു കൂടുതൽ പവർ അദ്ദേഹത്തിനുണ്ട്. ബട്ട് സ്റ്റിൽ ഹീസ് ഔട്ട് ഓഫ് ദ മൈൻഡ് ആണ്. മൈൻഡിൻ്റെ പുറമേ നിന്നാണ് അദ്ദേഹത്തിന് അതിനെ വാച്ച് ചെയ്യാനുള്ളൊരു സ്കില്ലുണ്ടെന്നാണ് പറയുന്നത്. ഒരു ഔട്ട് ഓഫ് ദ മൈൻഡ് സ്റ്റേറ്റിൽ നിന്ന് ബട്ട് സ്റ്റിൽ ഹി ക്യാൻ യൂസ് ദ മൈൻഡ്. ആ ഒരു വ്യത്യാസം വരും. സോ ദാറ്റ്സ് എ ഹയസ്റ്റ് ക്വാളിറ്റി എ പേഴ്സൺ ക്യാൻ അറ്റൈൻ ഇൻ ഹിസ് കോൺഷ്യസ്നെസ്സിൽ വളർന്നാൽ മാത്രമേ നമുക്കൊരു ബിയോണ്ട് മൈൻഡ് സ്റ്റേറ്റ് അല്ലെങ്കിൽ എൻലൈറ്റൻമെൻറ്റ് എന്നൊരു സ്റ്റേറ്റിലേക്ക് എത്താൻ സാധിക്കുള്ളൂ. സോ നമ്മൾ ഈ നോർമൽ കാറ്റഗറിയിലുള്ള ആൾക്കാർക്ക് ചെയ്യാൻ കഴിയുക എന്ന് പറയുന്ന ഏറ്റവും നല്ല കാര്യം എന്ന് പറയുന്നത് ആ എൻലൈറ്റൻമെൻറ്റ് എന്ന സ്റ്റേറ്റിലേക്ക്, ഒരു ഹയസ്റ്റ് സ്റ്റേറ്റ് ഓഫ് കോൺഷ്യസ്നെസ്സിലേക്ക് എത്തുക എന്നതാണ് നമുക്ക് ചെയ്യാൻ കഴിയുക എന്ന് പറയുന്നത്. അതിലൂടെ മാത്രമേ നമുക്ക് മൈൻഡിൻ്റെ ഒരു മാസ്റ്ററി, മൈൻഡിൻ്റെ ഒരു കൺട്രോളും, ഒരു തോട്ട്ലെസ് സ്റ്റേറ്റ്, ചിന്തകളൊന്നും ഇല്ലാത്ത അവസ്ഥയൊക്കെ നമുക്ക് അനുഭവിക്കാൻ സാധിക്കണമെങ്കിൽ വി ഹാവ് ടു ഗോ ടു ദ ഹയസ്റ്റ് കാറ്റഗറി ഓഫ് അവർ ബീങ് വിച്ച് ഈസ് കോൾഡ് എൻലൈറ്റൻമെൻറ്റ്. ആ ഒരു കാറ്റഗറിയിലേക്ക് നമുക്ക് എത്താൻ സാധിച്ചാൽ മാത്രം പറ്റും. ഇല്ലെങ്കിൽ നമുക്കൊരു വൾനറബിലിറ്റിയുടെ ചാൻസ് ഉണ്ട്. ഏത് നിമിഷവും ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ വി മേ ബ്രേക്ക് ഡൗൺ ആൻഡ് ഫാൾ ബിലോ ദ മൈൻഡ്. സോ മാഡ്നസ്സിന് എപ്പോഴും വൾനറബിലിറ്റിയാണ് നമ്മൾ എന്ന് പറയുന്നത്. സോ ഗോയിങ് ബിയോണ്ട് മൈൻഡ് അത് പോസിബിൾ ആണ്. ദ മെത്തേഡ് ഫോർ ഗോയിങ് ബിയോണ്ട് ദ മൈൻഡ് ഈസ് ത്രൂ മെഡിറ്റേഷൻ, ദ മെത്തഡോളജി ഓഫ് മെഡിറ്റേഷൻ ടെക്നിക്സ് ഉപയോഗിക്കുന്നതിലൂടെ മാത്രമേ നമുക്ക് നോർമൽ മൈൻഡിൽ നിന്നും ബിയോണ്ട് മൈൻഡ് കാറ്റഗറി, അത് എൻലൈറ്റൻമെൻറ്റ് കാറ്റഗറിയിലേക്ക് നമുക്ക് പോകാൻ സാധിക്കൂ എന്നാണ് പറയുന്നത്. അതിനുവേണ്ടിയാണ് നമ്മൾ ഈ മെഡിറ്റേഷൻസ് കണ്ടുപിടിച്ചിരിക്കുന്നത്. മെഡിറ്റേഷൻ ടെക്നിക്സ്, പലതരം മെഡിറ്റേഷൻ മെത്തേഡ്സ് നമ്മൾ കണ്ടുപിടിച്ചിരിക്കുന്നതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് നോർമൽ മൈൻഡിനെ ട്രാൻസെൻഡ് ചെയ്ത് ബിയോണ്ട് മൈൻഡ് സ്റ്റേറ്റിലേക്ക് നമുക്ക് പോകാൻ സാധിക്കും. നോർമൽ ലെവലിനെ ട്രാൻസെൻഡ് ചെയ്യാനാണ് നമ്മൾ മെഡിറ്റേഷൻ ടെക്നിക്സ് എല്ലാം കണ്ടുപിടിച്ചിരിക്കുക എന്ന് പറയുന്നത്. ഒരുപാട് ടെക്നിക്സ് നമുക്ക് അവൈലബിൾ ആണ്.
സോ ദാറ്റ്സ് എ പർപ്പസ് ഓഫ് മെഡിറ്റേഷൻ, ടു ബ്രിങ് ദ മാസ്റ്ററി ഓവർ യുവർ മൈൻഡ്. മൈൻഡിനെ ഒരു മൈൻഡിനെ നമ്മുടെ കൺട്രോളിൽ കൊണ്ടുവരാൻ സാധിക്കുക, നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് മൈൻഡിനെ പ്രവർത്തിപ്പിക്കാൻ സാധിക്കുക. ഇപ്പോൾ 24 hours വർക്കിംഗ് ആണ്. വൺസ് യു റീച്ച് എ സ്റ്റേറ്റ് ഓഫ് എൻലൈറ്റൻമെൻറ്റ്, നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ ഇറ്റ് വർക്ക്സ് അക്കോർഡിംഗ് ടു അവർ വിൽ. നമുക്ക് ആവശ്യമില്ലാത്തപ്പോൾ ഓഫാക്കി വയ്ക്കാം, ആവശ്യമുള്ളപ്പോൾ ഓണാക്കി വയ്ക്കാം. അങ്ങനെ യു ആർ മോർ ഫ്ലെക്സിബിൾ വിത്ത് ദ മൈൻഡ്. ആൻഡ് ഓൾസോ ഒരു ടെൻഷനും ആൻസൈറ്റിയും ഒന്നുമില്ലാത്ത ഒരു സ്റ്റേറ്റ് ആണെന്നാണ് ഈ എൻലൈറ്റൻമെൻറ്റിനെ കുറിച്ച് നമ്മൾ പൊതുവെ വിവരിക്കുക എന്ന് പറയുന്നത്. അത് എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ആൾക്കാർ, അറ്റൈൻ ചെയ്തു എന്ന് വാദിക്കപ്പെടുന്ന ആൾക്കാരും അവർ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. പിന്നെ ടെൻഷൻസ് ഇല്ല, സ്ട്രെസ് ഇല്ല, ദുഃഖങ്ങളൊന്നും ഇല്ലാത്തൊരവസ്ഥ ബുദ്ധൻ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. എൻലൈറ്റ്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ദുഃഖങ്ങളില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. ദർ ഈസ് നത്തിങ്, നോ സാഡ്നെസ്. ദുഃഖങ്ങളില്ലാത്തൊരവസ്ഥയാണ്, ഒരു നത്തിങ്നെസ് പോലെയാണ്. ഓഷോയൊക്കെ പറഞ്ഞിട്ടുള്ള ബ്ലിസ്ഫുൾ സ്റ്റേറ്റ് ആണ്, പിന്നെ പരമാനന്ദമാണ്. കബീറും പറഞ്ഞിട്ടുള്ള അങ്ങനെയൊക്കെ തന്നെയാണ്, പോസിറ്റീവ് സ്റ്റേറ്റ് ആണ്. അങ്ങനെ എല്ലാവരും ഒരു അട്ടർ സ്റ്റേറ്റ് ഓഫ് ഫ്രീഡം, ഒരു കംപ്ലീറ്റ് സ്റ്റേറ്റ് ഓഫ് ഫ്രീഡം ആയിട്ടാണ് എൻലൈറ്റൻമെൻറ്റ് എന്ന അവസ്ഥയെ പൊതുവേ ഈ നമ്മുടെ ഒരു മിസ്റ്റിക്സ് അല്ലെങ്കിൽ ആ ഒരു ഹൈലി എവോൾവ് ആയിട്ടുള്ള മെഡിറ്റേഷനിൽ ഇവോൾവ് ആയ ആൾക്കാർ പറഞ്ഞിട്ടുള്ളതെന്ന് പറയുന്നത്. പലരും പല രീതിയിലാണ് എക്സ്പ്രസ് ചെയ്തിരിക്കുന്നത്. ബട്ട് ഇറ്റ്സ് എ സ്റ്റേറ്റ് ഓഫ് ഫ്രീഡം എന്നാണ് ഞാൻ അറ്റൈൻ ചെയ്തിട്ടൊന്നുമില്ല കേട്ടോ, എൻലൈറ്റ്മെൻറ്റ് അറ്റൈൻ ചെയ്തിട്ടില്ല. ബട്ട് സ്റ്റിൽ ഇവരിൽ നിന്നെല്ലാം കിട്ടിയിട്ട് കൺക്ലൂഷൻ എനിക്ക് തോന്നിയിട്ടുള്ളൊരു സ്റ്റേറ്റ് ഓഫ് ഫ്രീഡമാണ്. ഞാനും മെഡിറ്റേഷൻ ടെക്നിക്സ് ഒക്കെ ചെയ്യുന്നതാണ്. സോ നമുക്ക് ചെറിയ സ്ലൈറ്റ് രീതിയിൽ നമുക്ക് ആ ഒരു ഡിഫറൻസ് ഫീൽ ചെയ്യും. നമ്മൾ ആ ഒരു മൈൻഡിൻ്റെ ആ ഒരു ഓവർ പവറിൽ നിന്നും പയ്യനെ നമ്മൾ ആ ഒരു പീസ്, സൈലൻസ്, ഒരു ഫ്രീഡം ഒക്കെ ചെറിയ രീതിയിൽ നമ്മളിങ്ങനെ അനുഭവിച്ചു തുടങ്ങുന്നത് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. സോ അൾട്ടിമേറ്റ് സ്റ്റേറ്റ് എത്തിയിട്ടില്ല, എന്ത് സംഭവിക്കുമെന്ന് അറിയില്ല. ബട്ട് സ്റ്റിൽ ഐ ആം എൻജോയിങ് ദ ജേർണി. സോ നിങ്ങളും മെഡിറ്റേഷൻസ് ഒക്കെ ട്രൈ ചെയ്യുക. അതിൻ്റെ ബെനിഫിറ്റ്സ് ഞാനിപ്പോൾ പറഞ്ഞല്ലോ. ഇറ്റ് ഓൾവേസ് ബ്രിങ്സ് യു ടു എ സ്റ്റേറ്റ് ഓഫ് അൾട്ടിമേറ്റ് ഫ്രീഡം. സോ ദാറ്റ്സ് ഇൻ ദിസ് വീഡിയോ. നിങ്ങൾക്ക് മെഡിറ്റേഷൻ ക്ലാസ്സസ് ഒക്കെ ട്രൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ, നമ്മുടെ മെഡിറ്റേഷൻ പ്രോഗ്രാംസിലൊക്കെ പങ്കെടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ മെഡിറ്റേഷൻ സെൻ്ററിനെ കോൺടാക്ട് ചെയ്താൽ മതി. ഡീറ്റെയിൽസ് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും. സോ താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ബൈ.